നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 14 ശനി. രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം, അപകട കാരണം എന്നിവ സംബന്ധിച്ച് രണ്ടാം ദിവസവും അവ്യക്തത തുടരുന്നു. 265 പേർ മരിച്ചെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. DNA പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തത വരൂ എന്നാണ് വിശദീകരണം. അതേസമയം വിമാനം ഇടിച്ചു കയറിയ BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പലരെയും കാണാതായിട്ടുണ്ട്. ഹോസ്റ്റലിലും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലുമായി നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 5 മരണമാണ്. ഈ സംഖ്യ ഉയരുമെന്നാണ് സൂചന. വിമാനത്തിലെ 242 പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ദേശീയ അന്വേഷണ ഏജൻസിയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുജറാത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ 6 മൃതദേഹങ്ങൾ വിട്ടു നൽകിയതായി പോലീസ് പറഞ്ഞു. 215 വിമാനയാത്രക്കാരുടെ ബന്ധുക്കൾ ഇതുവരെ DNA സാമ്പിളുകൾ നൽകി. DNA പ്രൊഫൈലിംഗിന് 72 മണിക്കൂർ വരെ സമയമെടുക്കും. മധ്യപൂർവ്വ പ്രദേശത്ത് അശാന്തിയുടെ തീപടർത്തി ഇറാനിൽ ഇസ്രയേലിന്റെ കനത്ത മിസൈൽ ആക്രമണം. ഇറാൻ സമയം ഇന്നലെ പുലർച്ചെ 3-ന് ശേഷം ഇസ്രയേൽ പോർ വിമാനങ്ങൾ തലസ്ഥാനമായ ടെഹ്റാനിലും മുഖ്യ ആണവ കേന്ദ്രമായ നദാൻസിലുമടക്കം 100-ലേറെ കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. ഇറാൻ സേനാ മേധാവിയടക്കം 6 ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടു. ടെഹ്റാനിൽ പാർപ്പിട സമുച്ചയം തകർക്കപ്പെട്ടു. കുട്ടികളടക്കം 78 പേർ കൊല്ലപ്പെട്ടെന്നും 300-ലേറെ പേർക്ക് പരിക്കേറ്റെന്നും ഇറാൻ അറിയിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനവും ഡസൻ കണക്കിന് റഡാറുകളും ആക്രമണത്തിൽ തകർന്നു. ഇറാൻ സായുധ സേനാ വിഭാഗമായ IRGC-യുടെ ആസ്ഥാനത്ത് സ്ഫോടനവും തീപിടുത്തവുമുണ്ടായി. തിരിച്ചടിയായി ഇറാൻ തൊടുത്ത 100ഓളം ഡ്രോണുകളിൽ മിക്കതും ഇസ്രയേൽ വെടിവെച്ചിട്ടു. ഇന്നലെ രാത്രിയിലും ഇറാൻ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന് നേർക്ക് തൊടുത്തെങ്കിലും നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടില്ല. തങ്ങളുടെ നിലനിൽപ്പിന് ഇറാൻ ഭീഷണിയാണെന്നതിനാലാണ് റൈസിംഗ് ലയൺ എന്ന് പേരിട്ട ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയുകയാണ് ലക്ഷ്യം. ഭീഷണി തുടച്ചു നീക്കും വരെ ആക്രമണം തുടരുമെന്നും വ്യക്തമാക്കി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ നിലപാട് അറിയിക്കാത്ത കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരം നൽകുന്ന 13-ാം വകുപ്പ് ദുരന്ത നിവാരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയതായി കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. എങ്കിൽ ഇക്കാര്യത്തിൽ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ ഭരണഘടനയുടെ 73-ാം അനുച്ഛേദമനുസരിച്ച് കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കേന്ദ്ര നിലപാട് അറിയിക്കുന്നതിന് കോടതി 3 ആഴ്ച സമയം അനുവദിച്ചു. 7 വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. അംഗങ്ങൾക്കുള്ള കുടിശ്ശിക ഇനത്തിൽ 450 കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ ഇന്നലെ സർക്കാർ ഈ ഇനത്തിൽ അനുവദിച്ചത് 30 കോടി മാത്രം. ആനുകൂല്യം കാത്തിരിക്കുന്ന 3 ലക്ഷം പേരിൽ അത് കിട്ടാതെ മരണമടിയുന്നവരും ഒട്ടേറെ. 3.8 ലക്ഷം പെൻഷൻകാരുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 16 മാസമാണ് കുടിശ്ശിക. 1 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം നൽകി. ഇനിയും നൽകാനുള്ളത് 1200 കോടി. സംസ്ഥാനത്തെ 30 ക്ഷേമനിധി ബോർഡുകളിലായി പകുതിയോളം അംഗങ്ങൾക്കാണ് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയത്. ക്ഷേമനിധി ബോർഡുകളെ ലയിപ്പിച്ച് ചെലവ് കുറയ്ക്കാനാണ് ധനവകുപ്പിന്റെ പദ്ധതിയെങ്കിലും പൂർണ്ണമായും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തരം ക്ഷേമനിധി ബോർഡുകളിൽ നിയമിക്കപ്പെട്ട ചെയർമാൻമാർക്കും ബോർഡ് അംഗങ്ങൾക്കുമുള്ള ശമ്പളവും ആനുകൂല്യവും മുടങ്ങിയിട്ടില്ല. വന അതിർത്തിയിൽ നിന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലുകയോ മയക്കുവെടിവെച്ച് പിടികൂടുകയോ ചെയ്യണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി 1972-ലെ കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തള്ളിയ സാഹചര്യത്തിലാണ് നിയമ ഭേദഗതിയിലൂടെ വനം വകുപ്പിന്റെ പുതിയ നീക്കം. മഴ ശക്തമാകുമ്പോൾ ജില്ലയിലെ കർഷകർക്ക് തോരാക്കണ്ണീർ. കടം വാങ്ങിയും ഉയർന്ന പലിശക്കെടുത്തും കൃഷി ചെയ്ത കർഷകരാണ് കനത്ത മഴയെ തുടർന്ന് കൃഷി നശിച്ചതോടെ ദുരിതത്തിലായത്. 20 ദിവസത്തെ ശക്തമായ മഴയിൽ ജില്ലയിൽ 71.41 കോടി രൂപയുടെ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. 5 തെങ്ങ് മുതലപ്പൊഴി തുറമുഖ കേന്ദ്രത്തിൽ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. മത്സ്യബന്ധനത്തിന് പുറപ്പെടുന്നതിനിടെ അഴിമുഖ മുനമ്പിൽ ശക്തമായ തിരയിൽപ്പെട്ട് നിയന്ത്രണം പാളിയ ബോട്ട് സമീപത്തെ പുലിമുട്ടുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സർക്കാർ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് എഴുതി നൽകുന്ന ഇന്ധന ബില്ലുകൾ ഒഴിവാക്കാൻ തീരുമാനം. ഇനി മുതൽ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലുകൾ മാത്രമാണ് സ്വീകരിക്കുക. പമ്പുകളിൽ വ്യാജ രസീതുകൾ വാങ്ങുന്നതായും ചില ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വാഹനങ്ങളിൽ സർക്കാർ വാഹനത്തിന്റെ പേരിൽ ഇന്ധനം നിറയ്ക്കുന്നു എന്നുള്ള വിവരത്തെ തുടർന്നാണ് ധനവകുപ്പ് ഇൻസ്പെക്ടർ വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയത്. ആശാ വർക്കർമാരുടെ രാപകൽ സമരയാത്ര ഇന്ന് ജില്ലയിൽ പര്യടനം ആരംഭിക്കും. 17 വരെ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സമരയാത്രയെത്തും.
ആലപ്പുഴ തീരത്തിന് സമീപം MSC എൽസ 3 കപ്പൽ കണ്ടെയ്നറുകളുമായി മുങ്ങിയ സംഭവത്തിൽ ദീർഘകാലത്തേക്ക് കടലിലും തീരത്തിനുമുണ്ടാകുന്ന പരിസ്ഥിതി ആഘാതം പഠിക്കാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയെ ചുമതലപ്പെടുത്തും. INOയുടെ പഠനത്തിന് പരിഗണനാ വിഷയങ്ങൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തയ്യാറാക്കും. പഠനം ഏകോപിപ്പിക്കാൻ പരിസ്ഥിതി ഡയറക്ടറെയും സർക്കാർ ചുമതലപ്പെടുത്തി. +1 മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ ഏകജാലക പോർട്ടലിൽ പ്രസിദ്ധീകരിക്കും. തിങ്കളും ചൊവ്വയുമായി പ്രവേശനം പൂർത്തിയാക്കി 18-ന് ക്ലാസുകൾ ആരംഭിക്കും. മതിയായ അപേക്ഷകരില്ലാത്തതുമൂലം ഒഴിഞ്ഞുകിടക്കുന്ന വിവിധ സംവരണ സീറ്റുകളും ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റി അലോട്ട്മെന്റ് നൽകും. ദേശീയ ഫുട്ബോൾ ടീമുകൾക്ക് വേണ്ടി 4 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ലോകകപ്പിന്റെ മാതൃകയിൽ ക്ലബ്ബുകൾക്കൊരു ടൂർണമെന്റ്. 32 ടീമുകളെ പങ്കെടുപ്പിച്ച് ലോകകപ്പിന്റെ അതേ മാതൃകയിൽ സംഘടിപ്പിക്കുന്ന ക്ലബ് ലോകകപ്പിന്റെ ആദ്യ എഡിഷനിലെ ആദ്യ മത്സരം നാളെ പുലർച്ചെ 5:30-ന് തുടക്കമാകും. ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും നാളെ ആദ്യ മത്സരത്തിന്. ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.